Hi, welcome to my YouTube channel. അപ്പം തമ്മിൽ കുറിച്ചേക്കുന്ന കൂട്ട് I am going to make tomato rice. Yes, I am quite excited. Why? Because ഞാനങ്ങനെ കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്നത് ഒരു അഹങ്കാരമായി കൊണ്ട് നടക്കുന്ന ഒരാളല്ല. അതൊരു അപമാനം ആണ് എനിക്ക്. ബിക്കോസ് നമ്മളെല്ലാവരും വെദർ ഇറ്റ്സ് എ ഗേൾ ഓർ എ ബോയ് നമ്മളെല്ലാവരും കുക്കിംഗ് അറിഞ്ഞിരിക്കണം. കാരണം അതൊരു ബേസിക് ആയിട്ടുള്ളൊരു ലൈഫ് സ്കില്ലാണ്. സോ എനിക്ക് അത്യാവശ്യം അറിയാം, പക്ഷെ ഇങ്ങനെ റൈസ് ഐറ്റംസ് ഒന്നും ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. സോ അപ്പോൾ ഇന്ന് ഐ ജസ്റ്റ് തോട്ട് ഓഫ് മേക്കിംഗ് ടൊമാറ്റോ റൈസ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ ലെറ്റ്സ് മേക്ക് ടൊമാറ്റോ റൈസ്. ഈ റെസിപ്പിയൊക്കെ യൂട്യൂബ് ചാനലിലെല്ലാം ഈസിലി അവൈലബിൾ ആണ്. ഞാനും അങ്ങനെ യൂട്യൂബ് ചാനലിൽ തന്നെ കുറേ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ട് എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് ഐ യൂസിങ് ഇറ്റ്. സോ ലെറ്റ്സ് മേക്ക് ടൊമാറ്റോ റൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മുടി അഴിച്ചിടുക. അടുക്കളയിൽ കയറുമ്പോൾ മുടി അഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് നോ. ഞാനിപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ഇൻട്രോയ്ക്ക് വേണ്ടിയാണ് മുടി അഴിച്ചിട്ടത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ മുടി കെട്ടിയിടാൻ മുടി നീട്ടി വളർത്തുമ്പോൾ എല്ലാവരും മുടി കെട്ടി വെക്കുക. ഓക്കെ, സോ മുടി ഞാൻ കെട്ടി വെക്കട്ടെ. കരച്ചിൽ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ ഞാൻ ഉള്ളി അരിയാണ്. എനിക്ക് വെജിറ്റബിൾസിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ഉള്ളി അരിക. അതിനു വേണ്ടിയാണ് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ചോപ്പർ മേടിച്ചത്. ചോപ്പറാണെങ്കിൽ അതിലും വലിയ മെനക്കേണ്ടതാണ്. കാരണം ഇടയ്ക്ക് കയറി സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അതിനി നമ്മൾ വീണ്ടും അഴിച്ചിട്ട് പിന്നെ അത് ശരിയായിട്ട് ആ കറക്റ്റ് ആംഗിളിലൊക്കെ വെച്ച് ചെയ്യണം. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സാമഗ്രികൾ. നെയ്യുണ്ട്, ടൊമാറ്റോ പ്യൂരി ഉണ്ട്, ഗാർലിക് ക്ലോവ്സ്, പട്ട, ഗ്രാമ്പൂ, ചോറ്, കഴുകിയ അരി, ദിസ് ഇസ് പുദീന, ഗ്രാമ്പൂ, നമ്മുടെ ഉള്ളി, പിന്നെ ഓഫ് കോഴ്സ് മൈ കുക്ക് ബുക്ക്. പിന്നെ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കാഷ്യൂ നട്ട്സ്. ഓക്കെ, അപ്പം നമുക്കിനി കുക്കിങ്ങിലേക്ക്. ഗൈസ്, ഈ പൊട്ടിത്തെറിക്കുന്നതിന് എവിടെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെയാണ് ഈ പൊട്ടിത്തെറിക്കൽ. പൊട്ടിത്തെറിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് കുറച്ച് ഉള്ളി, പുതിന, നമ്മുടെ ഗാർലിക് ക്ലോവ്സ് അതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി പെട്ടെന്ന് വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ആക്കാം. ചെറുതായിട്ട് ഞാൻ പട്ടയും ഗ്രാമ്പൂട്ടില്ല മറന്നു വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ വഴട്ടല്ല, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇനി കുറച്ച് ടൊമാറ്റോ പ്യൂരി ഒഴിക്കുക. ഇത് ഞാൻ കുറച്ചധികം ടൊമാറ്റോ എടുത്തത് കൊണ്ട് ഞാൻ മൊത്തം യൂസ് ചെയ്യുന്നില്ല. നമുക്ക് നാളെ അടുത്ത് വേറെ ഏതെങ്കിലും കറിക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് പിന്നെ മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ച്, പിന്നെ കൊറിയാണ്ടർ പൗഡർ അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. പിന്നെ കഴുകി വെച്ച് അരി അങ്ങോട്ട് ഇടുക, വീണ്ടും ഇളക്കുക. നന്നായിട്ട് മിക്സ് ആവണം. ഇങ്ങോട്ടിളക്കുക, ദാറ്റ് ഇസ് ഇറ്റ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ല തിളച്ചല്ല, ഒരു മീഡിയം ചൂടുള്ള വെള്ളം ഇടുക. അതാകുമ്പം നമുക്കധികം കുക്ക് ടൈം നമുക്ക് കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം ഒരു മീഡിയം ചൂടുള്ള വെള്ളം ആഡാക്കാൻ ഓർക്കുക. പിന്നെ അതിനകത്ത് ഉപ്പിടുക. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പോഴാണ് നമുക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഞാൻ തന്നെ എനിക്ക് അപ്രൂവൽ കൊടുക്കണം ഉപ്പൊക്കെ കറക്റ്റാണ്. അങ്ങനെ ഇനി നമുക്കൊരു 8 മിനിറ്റിലേക്ക് കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ചൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വരാം കേട്ടോ. മൊമെന്റ് ഗൈസ്. ഓക്കെ, മൊമെന്റ് ഓഫ് ട്രൂത്ത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ശരിയായി കാണുന്നത്. സത്യം പറയാലോ, ഞാൻ തന്നെ ഞെട്ടി. അപാര ടേസ്റ്റ്, സിമ്പിളുമാണ്. സോ ഡു ട്രൈ ഇറ്റ്.